അതുണ്ട്. ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിനകത്ത് തന്നെയാണോ? അതെ. ഇവിടെ സ്ഥാനാർത്ഥികളെ അറിയാമോ? ഇവിടുത്തെ ഉള്ള സ്ഥാനാർത്ഥികളെ സ്ഥാനാർത്ഥികളെ അറിയാം. ആരൊക്കെയാണ്? എത്ര പേരുണ്ട് ഇവിടെ? ജോയി, അടൂർ പ്രകാശ്, വി മുരളീധരൻ. ഈ മൂന്ന് സ്ഥാനാർത്ഥികളും ചേട്ടന് പരിചയമുള്ളവരാണോ? ഇതിനു മുമ്പ് ഇവരുടെ പ്രവർത്തനങ്ങളും എല്ലാം കണ്ടിട്ടുണ്ടോ? അങ്ങനെ നമുക്ക് വലിയ ഇതൊന്നുമില്ല. അടൂർ പ്രകാശ് കഴിഞ്ഞ് ഇവിടെ ഇപ്പോഴത്തെ MP ആണ്, അതറിയാം. MP എന്ന നിലയിൽ അടൂർ പ്രകാശ് ഈ പ്രദേശത്ത് ചെയ്ത ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? അങ്ങനെ വലുതായിട്ട് ഒന്നും എനിക്ക് ഓർമ്മയില്ല. വി ജോയി ഇവിടുത്തെ MLA ആണോ? ഇവിടത്തെ അല്ല, വർക്കലത്. ഇവിടുത്തെ അല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ ചേട്ടന്? അവിടെ വലിയ കുഴപ്പമില്ലെന്നൊക്കെയാണ് അറിവ്. നമ്മളെ മണ്ഡലം അല്ലല്ലോ. വി മുരളീധരൻ കേന്ദ്രമന്ത്രിയാണല്ലോ. അപ്പൊ പിന്നെ അദ്ദേഹം ഇവിടെ ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും അറിയാമോ ചേട്ടന്? അദ്ദേഹത്തിന്റെ പ്രവർത്തനമൊന്നും എനിക്കറിഞ്ഞില്ല. അങ്ങനെ എടുത്തു പറയത്തക്ക ഒന്നും എൻ്റെ ഓർമ്മയിലില്ല. ആറ്റിങ്ങൽ മണ്ഡലത്തിന് ഏത് സ്ഥാനാർത്ഥി ജയിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് ചേട്ടന്റെ ഒരു അഭിപ്രായം? അങ്ങനെയൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഒരു അഭിപ്രായം. ഇവിടുത്തെ സ്ഥാനാർത്ഥികളെയൊക്കെ അറിയാമോ? പിന്നെ എല്ലാവരും അറിയാവുന്നവര്. ആരൊക്കെയാണ് സ്ഥാനാർത്ഥികളെ? ഒന്ന് നമ്മുടെ BJPയുടെ മുരളീധരൻ, രണ്ട് നമ്മളെ ജോയ്, മൂന്ന് കോൺഗ്രസിന്റെ അടൂർ പ്രകാശ്. ഇവരാണ് 3 പേര് സ്ഥാനാർത്ഥികൾ. നല്ല സ്ഥാനാർത്ഥികളാണ്, കുഴപ്പമില്ല. ഈ മൂന്ന് സ്ഥാനാർത്ഥികളെ നേരത്തെ പരിചയമുണ്ടോ? ഇവരുടെ എന്തെങ്കിലും ഒരു പ്രവർത്തനങ്ങൾ, ഈ മൂന്ന് പേരുടെയും നല്ല പ്രവർത്തനങ്ങൾ ചേട്ടന് ഓർമ്മയുള്ളത്? നമുക്ക് അറിയാവുന്ന ജോയ്, നമ്മളെ വർക്കല MLA, പുള്ളിക്കാരനെ നേരത്തെ അറിയാം. വർക്കലയാണെങ്കിലും ഇവിടെ ആറ്റിങ്ങല് അറിയാം ആ പുള്ളിയെ. ആറ്റിങ്ങൽ അങ്ങനെ ഒന്നും ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ആറ്റിങ്ങൽ അല്ല, വർക്കലയുള്ള പ്രവർത്തനം നല്ലതാണെന്നുള്ള ഒരു ഖ്യാതി ഇവിടെ ഉണ്ട്. അല്ല, അത് വർക്കല കുഴപ്പമില്ല പ്രവർത്തിച്ചെന്നാണ് അറിയാൻ കഴിയണത്. മറ്റ് സ്ഥാനാർത്ഥികൾ, അടൂർ പ്രകാശ് ഇവിടുത്തെ MP ആണല്ലോ. അദ്ദേഹത്തിന്റെ എന്തെങ്കിലും പുള്ളിക്കാരൻ്റെ അടുക്ക ചെല്ലുന്ന എല്ലാ കാര്യത്തിലും പുള്ളിക്കാരൻ അങ്ങേറ്റം സഹായിക്കുന്ന ഒരാളാണ്. ഇപ്പൊ ഒരുപാട് പേര് ഈ അടൂർ പ്രകാശിനെ അന്വേഷിച്ച് ഇവിടെ വരുന്നുണ്ട്. നമ്മൾ ഓഫീസും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും കാര്യങ്ങൾ. പിന്നെ അത്രയല്ലേ നമുക്ക് അറിയാവൂ, ബാക്കിയൊന്നും നമുക്ക് അറിഞ്ഞൂടല്ലോ. പോയി ചെന്ന് കണ്ട് ബാക്കി കാര്യങ്ങൾ നടന്നോ എന്നൊന്നും നമുക്കറിയില്ല. അടൂർ പ്രകാശിന് ഇവിടെ ഒരു ഓഫീസും അവരുടെ സ്റ്റാഫുകളൊക്കെ ഉണ്ട്. നേരത്തെ ഉണ്ട്, ആദ്യം മുതലേ ഉണ്ട്. ഓഫീസിൽ ആൾക്കാരെ അന്വേഷിച്ച് വരിക, അവര് സന്തോഷത്തോടെ മടങ്ങും. അല്ല, അതിപ്പോ നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ ഈ ഓഫീസ് കാണിച്ചു കൊടുക്കുക, ഇന്ന സ്ഥലത്താണ് ആ ഓഫീസ് എന്ന് പറഞ്ഞു കൊടുക്കും. എവിടെയാണ് ഓഫീസ്? ഇവിടെ ഇപ്പോ ഇവിടെ BTS റോഡിൽ ആ 4 നില കെട്ടിടത്തിലാണ് ഇപ്പോഴത്തെ ഓഫീസ്. വി മുരളീധരൻ കേന്ദ്രമന്ത്രിയാണല്ലോ. അപ്പൊ അദ്ദേഹം മന്ത്രി ആകുമ്പോൾ നമ്മളടുത്ത് വന്ന് സംസാരിക്കാനോ പരിചയപ്പെടാനോ ഒന്നും കഴിയില്ലല്ലോ. വി മുരളീധരൻ VIP കോട്ടയിൽ പോകുന്ന ആളല്ല. അതൊക്കെ നമ്മളെ ഇടയ്ക്ക് ഇറങ്ങാനോ നമുക്ക് അങ്ങോട്ട് കഴിക്കാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മുരളീധരൻ ഇവിടെ എന്തെങ്കിലും ഓഫീസോ കാര്യങ്ങളോ വല്ലതും ഉണ്ടായിട്ട് അറിയാമോ? അങ്ങനെ അല്ല, ഈ അടുത്താണ് പുള്ളിക്കാരൻ ഇവിടെ ഒരു വീട് വാടകയൊക്കെ എടുത്ത് കുഴിമുക്കിൽ പ്രവർത്തനങ്ങളെല്ലാം തുടങ്ങി. അതിന് മുമ്പ് അദ്ദേഹം ഇവിടെ വന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹം എന്തെങ്കിലും ഈ വിഭാഗത്തുള്ള എന്തെങ്കിലും ഒരു MP എന്ന നിലയിൽ എവിടെ വേണമെങ്കിലും പ്രവർത്തനങ്ങൾ നടത്താമല്ലോ. അപ്പൊ എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്തിയതായിട്ട് ഒരു ഓർമ്മയുണ്ടോ? അല്ല, നമുക്ക് ഈ രാഷ്ട്രീയപരമായിട്ട് ഈ ഓട്ടോറിക്ഷയായിട്ട് അടക്കം നമുക്ക് ആര് രാഷ്ട്രീയക്കാർ വരുന്നു പോകുന്നൊന്നും നമുക്കറിയില്ലല്ലോ. പിന്നെ അത്ര പരസ്യമായിട്ടൊന്നും ചെയ്തതായിട്ടൊന്നും ഓർമ്മയില്ല. ചേട്ടന്റെ ഒരു അഭിപ്രായത്തില് ഇവിടെ വർക്കലയ്ക്ക് നല്ലത്, അല്ല ആറ്റിങ്ങലിന് നല്ലത് ഏത് സ്ഥാനാർത്ഥിയാണെന്നുള്ളതാണ് ഒരു അങ്ങനെ പറയത്തില്ല എന്ന് പറഞ്ഞാൽ 3 പാർട്ടിക്കാരും നല്ല പ്രവർത്തനം ഇപ്പൊ കാഴ്ചവെക്കുന്നവരാണ്. നല്ല അടിപൊളി പ്രവർത്തനം കാഴ്ചവെക്കുന്നവരാണ്. അതേ പറയാൻ പറ്റും. മൂന്ന് പേരും കട്ടയ്ക്ക് നിൽക്കുന്നവരാണ്. ഓക്കെ ചേട്ടാ, താങ്ക് യു. ചേട്ടാ ഇത്തവണ വോട്ട് ചെയ്യുന്നുണ്ടോ? വോട്ടില്ലേ? അറിയത്തില്ല, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. വോട്ടർ പട്ടിക പേരുണ്ടോന്ന് നോക്കിയില്ലേ? ഇല്ല. ഇപ്പൊ എവിടെയാണ്? ഇപ്പൊ ആറ്റിങ്ങൽ മണ്ഡലമാണോ?
എന്താണ് വോട്ടർ പട്ടികയില് പേരുണ്ടോ, വോട്ട് ചെയ്യുന്നുണ്ടോ ഒന്നും നോക്കാത്ത എന്താണ്? അത് നോക്കിയിട്ടില്ല, എനിക്ക് അറിയത്തില്ല. അപ്പൊ ആര് MP ആയിട്ട് വന്നാലും നമുക്കൊരു പ്രശ്നമില്ല എന്നുള്ളതാണ്. നമുക്ക് രാഷ്ട്രീയക്കാരെ കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനം ഇല്ലേ? ഞാനിപ്പോ രാഷ്ട്രീയത്തിലൊന്നും ഇല്ലല്ലോ, അപ്പൊ അതുകൊണ്ട് ഞാനതൊന്നും നോക്കുന്നില്ല. രാഷ്ട്രീയക്കാരല്ലേ? അപ്പൊ ഈ രാഷ്ട്രീയക്കാർ വന്നാലും നമുക്ക് പ്രശ്നമില്ല എന്നുള്ളതാണ്. എനിക്കൊരു കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. ചേട്ടാ, ഗുഡ് ഈവനിങ്. ഇത്തവണ വോട്ടുണ്ടോ? ഉണ്ട്. ആറ്റിങ്ങൽ മണ്ഡലമാണോ? ആണ്. ഇപ്പൊ ഇവിടുത്തെ സ്ഥാനാർത്ഥികളെയൊക്കെ അറിയാവോ? അറിയാം. ആരൊക്കെയാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ? ജോയ് സാറുണ്ട്, അടൂർ പ്രകാശ് സാറുണ്ട്, മുരളീധരൻ സാറുണ്ട്. അപ്പൊ ഈ സ്ഥാനാർത്ഥികളെ ഇതിനു മുമ്പ് പരിചയമുണ്ടോ ഇവരെയൊക്കെ? അവരെ കണ്ടിട്ടുണ്ട്. ജോയ് സാറായിട്ട് നല്ല പരിചയമുണ്ട്. അപ്പം അടൂർ പ്രകാശ് ഇവിടുത്തെ MP ആണല്ലോ. അപ്പം ജോയ് സാറ് വർക്കലയിലെ MLA ആണ്. മുരളീധരൻ കേന്ദ്രമന്ത്രിയാണ്. അപ്പൊ ഈ നിലകളിലൊക്കെ ഇവര് ചെയ്ത ഏതെങ്കിലും ഒരു 1-2 നല്ല പ്രവർത്തനങ്ങൾ ചേട്ടന്റെ ഓർമ്മയിലോട്ട് വരുന്നുണ്ടോ? അതിനെ കുറിച്ചൊന്നും വലിയ കാര്യങ്ങളൊന്നും ഇല്ല. ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ആറ്റിങ്ങലിനെ സംബന്ധിച്ചിടത്തോളം ആര് MP ആകുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് ചേട്ടന്റെ ഒരു അഭിപ്രായം? അങ്ങനെ പ്രത്യേകിച്ചൊരു അഭിപ്രായം എനിക്കില്ല. എല്ലാവരും നമുക്ക് തുല്യ വ്യക്തികളാണ്. ഓക്കെ ചേട്ടാ, താങ്ക് യു. തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഉണ്ട്. ഏത് ലോക്സഭാ മണ്ഡലത്തിലാണ് വോട്ട്? കടയ്ക്കാവൂര് പഞ്ചായത്താണ്. പഞ്ചായത്ത് അല്ല, നമ്മുടെ ഏത് ലോക്സഭാ മണ്ഡലം? ആറ്റിങ്ങലാണോ? ഇവിടുത്തെ സ്ഥാനാർത്ഥികളെ ആരെങ്കിലും പരിചയമുണ്ടോ? അറിയാം. അഡ്വക്കേറ്റ് ജോയ്. ജോയ് സാറിനെ പരിചയമുണ്ട്. ഇപ്പൊ ഇവിടെ നിലവിലുള്ള MP അടൂർ പ്രകാശിനെ അറിയാവോ? അറിയാം. പിന്നെ അടുത്ത ഒരു പ്രധാന സ്ഥാനാർത്ഥി ആരാണ്? ആ അറിയില്ല. ഇല്ല, ഇതാണ്. അപ്പം ആറ്റിങ്ങലെ സംബന്ധിച്ചിടത്തോളം ആരാണ് അടുത്ത MP ആകുന്നതായിരിക്കും നല്ലതെന്നാണ് ഒരു അഭിപ്രായമുള്ളത്? അങ്ങനെയൊന്നുമില്ല, എല്ലാവരും നല്ലത് തന്നെ. എല്ലാവരും നല്ലതാണ്. അപ്പം 2 സ്ഥാനാർത്ഥികളെ അറിയത്തുള്ളൂ. ഈ 2 സ്ഥാനാർത്ഥികള് കഴിഞ്ഞ വർഷങ്ങളില് ചെയ്ത എന്തെങ്കിലും നല്ല പ്രവർത്തനങ്ങൾ ഓർമ്മയുണ്ടോ? അങ്ങനെ ഓർമ്മയില്ല. ഓക്കെ, ചേട്ടൻ വോട്ടുണ്ടോ? വോട്ടുണ്ട്. ഏത് മണ്ഡലത്തിലാണോ വോട്ട്? ആറ്റിങ്ങൽ മണ്ഡലം തന്നെ. ഇവിടുത്തെ സ്ഥാനാർത്ഥികളെയൊക്കെ അറിയാവോ? ജോയ് സാറിനെ അറിയാം. പിന്നെ മറ്റേ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയൊക്കെ അറിയുകയൊക്കെ ചെയ്യാം. നേരിട്ട് പരിചയമില്ലെങ്കിലും അറിയാം. BJP-യുടെ സ്ഥാനാർത്ഥി ആരാണ്? BJP-യുടെ സ്ഥാനാർത്ഥി മുരളി സാർ. അപ്പൊ ഈ 3 സ്ഥാനാർത്ഥികളും ഇപ്പൊ ജോയ് സാറ് ഇവിടെ വർക്കലയിലെ MLA ആണ്. അടൂർ പ്രകാശ് ആറ്റിങ്ങലിലെ MP ആണ്. മുരളീധരൻ കേന്ദ്രമന്ത്രിയാണ്. അപ്പൊ ഈ നിലയിൽ ഇവര് കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്ത എന്തെങ്കിലും ഓരോ നല്ല പ്രവർത്തനം ചേട്ടന്റെ ഓർമ്മയിലോട്ട് വരുന്നുണ്ടോ? എന്റെ ഓർമ്മയില് ഒരു പ്രവർത്തനം ഇവിടെ ചെയ്തില്ലെന്നാണ് തോന്നുന്നത് ഈ മണ്ഡലത്തിന് വേണ്ടി. ഇവര് രാഷ്ട്രീയക്കാരായിട്ട് ചെയ്ത ഒരു നല്ലൊരു പ്രവർത്തനമൊന്നും ഓർമ്മയിലോട്ട് വരുന്നില്ല. 5-6 ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് പൊതുവെ. അല്ല, എനിക്ക് വേറെ ഇതുവരെ തോന്നിയിട്ടില്ല. ഇവരുടെ പാർലമെന്റ്, അടൂർ പ്രകാശിന്റെ ഒക്കെ പാർലമെന്റിൽ ഇദ്ദേഹം എന്തെങ്കിലും ചെയ്തതായിട്ട് എന്തെങ്കിലും വോട്ട് ചെയ്യുകയോ പ്രസംഗിക്കുകയോ അങ്ങനെ? അത്ര ഹോപ്പില്ല, എനിക്കത്ര പറയാറായിട്ടില്ല. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ മുരളീധരൻ ആറ്റിങ്ങലിന് വേണ്ടി എന്തെങ്കിലും ചെയ്തോ? ഇങ്ങനെ പറയുന്നുണ്ട്, എന്തോ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അതിനെപ്പറ്റി. ആറ്റിങ്ങല് പാസ്പോർട്ട് സേവാ കേന്ദ്രം ഒക്കെ ഉണ്ടോ? ഉണ്ടല്ലേ, അതൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നല്ല രീതിയിൽ പ്രവർത്തനം നടക്കുന്നുണ്ട്. ആറ്റിങ്ങലെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ഒരു MP ആരായിരിക്കും എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഇപ്പോഴും ജോയ് സ്ഥാനാൻ മുൻഗണന വരുന്നത്. MP എന്ന നിലയിൽ അദ്ദേഹം നാടിന് വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ആഗ്രഹം? MP-മാരുടെ എന്തും ചെയ്യാൻ കഴിവുള്ള പ്രവർത്തനമാണ് ജോയ് സാർ. ഈ
എം പിമാർ എന്ന നിലയിൽ എം പിമാർ എന്താണ് നമ്മുടെ നാടിന് വേണ്ടി ചെയ്യുക, അവരുടെ ജോലി എന്താണ്, അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? മണ്ഡലം സംബന്ധിച്ച് എന്തെങ്കിലും ചെയ്യണം, അതാണല്ലേ എം പിയുടെ ഒരു കഴിവ്. ജയിച്ചു പോയാൽ ഈ നാട് ഈ പാർലമെന്റ് മണ്ഡലത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയണം. അപ്പൊ പാർലമെന്റിൽ പോയി കഴിഞ്ഞാൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ പ്രസംഗിക്കാൻ ജോയി സാറിന് പറ്റുമോ? എന്ത് പറ്റാത്ത ജോയി സാർ അഡ്വക്കേറ്റ് അല്ലേ, ഹിന്ദി അറിയാം, ഇംഗ്ലീഷ് അറിയാം. ചേട്ടാ ഇത്തവണ വോട്ടുണ്ടോ? ഓട്ടുണ്ട്. ഏത് മണ്ഡലത്തിലാണ് വോട്ട്? ഈ മണ്ഡലം തന്നെ ആറ്റിങ്ങലാണ് വോട്ട്. ആറ്റിങ്ങിലെ സ്ഥാനാർത്ഥികളെയൊക്കെ അറിയാം? അറിയാം. അടൂർ പ്രകാശുണ്ട്, വി മുരളീധരനുണ്ട്, അടൂർ ജോയി ഉണ്ട്. ഈ സ്ഥാനാർത്ഥികള് കഴിഞ്ഞ വർഷങ്ങളിൽ ഈ പ്രദേശത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തതായിട്ട് ഓർമ്മ വരുന്നുണ്ടോ? ഈ ഓരോ സ്ഥാനാർത്ഥികളും ഓരോ നല്ല കാര്യങ്ങൾ ചെയ്ത്. 2 വർഷം സമ്പത്ത് ഈ മണ്ഡലത്തിൽ എം പി ആയിരുന്നു. സമ്പത്തിനെ മണ്ഡലത്തിൽ കണ്ടിട്ട് പോലും ഇല്ല. ഒരു ഓഫീസ് പോലും ഇല്ല. അടൂർ പ്രകാശ് അതല്ല. അടൂർ പ്രകാശ് എം പി ആയതിനു ശേഷം ആ ആഴ്ചയിൽ തന്നെ അദ്ദേഹം ഇവിടെ ഓഫീസറുണ്ട്. ഇന്നും നല്ല നിലവിൽ ഓടിക്കൊണ്ടിരിക്കും, നല്ല നടന്നുകൊണ്ടിരിക്കും ഓഫീസ്. ഏത് കാര്യം ഉണ്ടെങ്കിലും ഓഫീസിൽ നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹം ഡെയിലി ഈ മണ്ഡലത്തിൽ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ ഡെയിലി കാണും. ഈ ഏതെങ്കിലും ഈ 3 സ്ഥാനാർത്ഥികളിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയുടെ ഫോൺ നമ്പർ അറിയാവോ? അവരെ എന്തെങ്കിലും വിളിച്ചിട്ടുണ്ടോ? അല്ല, എനിക്ക് അടൂർ പ്രകാശൻ നമ്പർ അറിയാം. സാധാരണ രീതിയിൽ നമ്മള് സാധാരണക്കാർ വിളിച്ചാൽ ജോയി നമ്പറും അറിയാം. ജോയി MLA ആണ്, ജോയി നമ്പറും അറിയാം. നമ്മളൊരു ആവശ്യത്തിന് നമുക്ക് വേണ്ടി വന്നാൽ ഇവരെ വിളിക്കാൻ പറ്റും. അടൂർ പ്രകാശിനെ ഏത് സമയത്തും വിളിക്കാം. എം പി എന്ന നിലയ്ക്ക് അദ്ദേഹം ഡൽഹിയിലായിരുന്നാൽ പോലും അങ്ങനെ ടെലിഫോൺ എടുക്കും, ഫോൺ അറ്റൻഡ് ചെയ്യും. ഇല്ല എന്നുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ലേ തിരിച്ച് അദ്ദേഹം വിളിച്ചിരിക്കും. എം പിമാര് എന്ന നിലയിൽ എം പിമാരുടെ ജോലി, അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്താണെന്നാ ചേട്ടന്റെ ഒരു അഭിപ്രായം? അല്ല, എം പിമാരുടെ നിലയിൽ അവരെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ മണ്ഡലത്തിലെ വികസനം തന്നെ കൂടുതലും നോക്കുന്നത്. അപ്പൊ കഴിഞ്ഞ തവണത്തെ ഈ എം പിമാരുടെ ഫണ്ട് അടൂർ പ്രകാശ് നാവായിക്കുളം എത്ര വർഷത്തോളം മുടങ്ങിക്കിടന്ന നാവായിക്കുളം പ്രൈമറി ഹെൽത്ത് സെന്റർ അങ്ങനെ പുതിയ ബിൽഡിങ്ങിൽ തറക്കല്ലിട്ടു, അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. അതുപോലെ തന്നെ വർക്കല റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിച്ചില്ലേ ഇതിൽ കൊണ്ട്. ഈ പിന്നെ കടമ്പാട്ടോണം മുതൽ പിന്നെ കഴക്കൂട്ടം വരെ ഈ പിന്നെ ഇത്രയും നല്ല ഒരു പ്രവർത്തനം 565 കോടി രൂപ അനുവദിപ്പിച്ചെടുത്തത് കൂടുതലും അതിനുവേണ്ടി പരിശ്രമിച്ചത് ശ്രീ അടൂർ പ്രകാശ് എം പി ആണ്. എം പി ഫണ്ടിന്റെ പല മടങ്ങ് അദ്ദേഹം ഈ മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നു എന്നാണ് പറയുന്നത് അല്ലേ? ഈ എം പി ഫണ്ടില് പുള്ളി ഇനിയിപ്പോ ഒരു തുച്ഛ പൈസ ചെലവാക്കാനുള്ളൂ. മൊത്തം ഫുള്ളായിട്ട് ചെലവാക്കിയിട്ടുണ്ട്. ഫുള്ളായിട്ട് ചെലവാക്കി. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ വി മുരളീധരന്റെ എന്തെങ്കിലും ഒരു നല്ല പ്രവർത്തനം ഈ മണ്ഡലത്തിൽ ചേട്ടന് ഓർമ്മയുണ്ടോ? ഈ മണ്ഡലത്തിൽ വി മുരളീധരന്റെ ഈ മണ്ഡലത്തിൽ ഒരു പ്രവർത്തനം നമുക്കറിയാൻ കഴിയില്ല. മണ്ഡലത്തിൽ മിക്ക ദിവസവും കാണും. പക്ഷേ എം പി എന്നുള്ള നിലയ്ക്ക്, മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഇതുവരേക്ക് ഒന്നും എനിക്കറിയാം, എൻ്റെ അറിവിലില്ല. അപ്പം ആറ്റിങ്ങൽ മണ്ഡലത്തോളം സംബന്ധിച്ചിടത്തോളം നല്ലൊരു എം പി ആരാകാനാണ് സാധ്യത? അടൂർ പ്രകാശ് എം പി, അടൂർ പ്രകാശാണ്. അദ്ദേഹം വൻ ഭൂരിപക്ഷത്തോട് ജയിക്കുകയും ചെയ്യും. കഴിഞ്ഞ തവണ 38,000 വോട്ടിനാണ് ജയിച്ചത്. 38,000 വോട്ട് ഭൂരിപക്ഷത്താണ് ജയിച്ചത്. താങ്ക് യു. ഏത് മണ്ഡലത്തിലാണ് ചേട്ടൻ? ഞാൻ കവലയിലുള്ളതാണ്. ഏതാ അങ്ങനെ ഒരു പാർലമെന്റ് മണ്ഡലം ഉണ്ടോ? മണ്ഡലമാണത്. വർക്കല നിയമസഭയല്ലേ? നിയമസഭയിൽ ഇപ്പൊ ബി ജോയി എനിക്ക് കേന്ദ്രത്തിലേക്ക്. വിജയ് നിയമസഭയിലോട്ടല്ലേ? അല്ലല്ല, ഇപ്പൊ പാർലമെന്റ് ഇലക്ഷൻ നിൽക്കാണ് ബി ജോയി. ആറ്റിങ്ങൽ മണ്ഡലം അല്ലേ അത്? ആറ്റിങ്ങൽ മണ്ഡലം. ഈ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ ആരെയൊക്കെ അറിയാം ചേട്ടനെ? അടൂർ പ്രകാശിനെയും ജോയിയെ അറിയാം. അടൂർ പ്രകാശിനെ അറിയാം. വി മുരളീധരന്റെ പേര് കേട്ടിട്ടുണ്ടോ? അത് BJP കേട്ടിട്ടുണ്ട്. ഈ 3 സ്ഥാനാർത്ഥികളില് ഇവര് ആരെങ്കിലും ഈ മണ്ഡലത്തിന് വേണ്ടി അടുത്തൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്ത ഒരു 1-2 നല്ല കാര്യങ്ങൾ ഓർമ്മയിലോട്ട് വരുന്നുണ്ടോ? എന്നുവെച്ചാൽ നമ്മള് കവലയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് മറ്റേ ആളുകൾക്ക് ഇരിക്കാനായിട്ടുള്ള പ്രൈവറ്റ് ബസ് സ്റ്റോപ്പുകൾ എല്ലാം കെട്ടിയിട്ടുണ്ട്. പിന്നെ അങ്ങനെയുള്ള ചില നല്ല കാര്യങ്ങളൊക്കെ BJP ചെയ്തിട്ടുണ്ട്. അടൂർ പ്രകാശ് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ടോ? അതൊന്നും ഓർമ്മയില്ല. ഇത്ര വലത്തെ കാര്യങ്ങളൊന്നും അല്ല, അറിയില്ല. ഇപ്പൊ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ കേന്ദ്രവുമായിട്ട് നല്ല ബന്ധങ്ങളും ഇഷ്ടംപോലെ ഫണ്ടുള്ള വി മുരളീധരൻ ഈ മണ്ഡലത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തത് ഓർമ്മയിലുണ്ടോ? ഇതിലൊന്നും എനിക്ക് ഓർമ്മയില്ല. ഒന്നും ഓർമ്മയില്ല.
ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിന് ഭാവിയിൽ ഏറ്റവും നല്ല ഒരു MP ആരായിരിക്കും എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ. വി ജോയ് ജോയ് MP എന്ന നിലയിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യം എന്താണ്? അത് നമ്മൾ എന്താണ് അദ്ദേഹം ചെയ്യുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷയുള്ളത്? നമുക്ക് ഈ ഏറ്റവും നല്ല ഈ യാത്രാ സൗകര്യമുള്ള റോഡുകളൊന്നൊക്കെ ശരിയാക്കണം. പിന്നെ ഈ പ്രൈവറ്റ് ബസ്സുകളൊന്നും സമയാസമയങ്ങളിൽ ഓടുന്നില്ല. ഞായറാഴ്ച ദിവസങ്ങളിൽ അവർ അവധിയാണ്. ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ചേട്ടൻ ഇതാണ് ഓട്ടുണ്ട്. ഓട്ടുണ്ട് അല്ല, ഈ ആറ്റിങ്ങൽ മണ്ഡലം തന്നെയാണോ? ഈ മണ്ഡലമാണ്. സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന് അറിയാം? സ്ഥാനാർത്ഥികളെല്ലാം എല്ലാവരെയും അറിയാവുന്നവരല്ലേ? സ്ഥാനാർത്ഥികളെയും എല്ലാവർക്കും അറിയാവുന്നവരല്ലേ? അതുകൊണ്ട് എല്ലാവരെയും അറിയാം. അപ്പൊ ഈ 3 സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ മണ്ഡലത്തിന് വേണ്ടി ചെയ്ത എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി ഓരോരുത്തരുടെ ഓരോ പ്രവൃത്തി വീതം ഒന്ന് പറയാൻ പറ്റും? 3 സ്ഥാനാർത്ഥികളെ ചെയ്യാൻ പറ്റില്ല. നിലവിൽ ഉണ്ടായിരുന്ന ഒരു MP അല്ലേ ഇപ്പോൾ ഉള്ളൂ. മറ്റവരും ഈ മണ്ഡലത്തിൽ ഒരാൾ വർക്കല നിയമസഭയിലെ അംഗമായിരുന്നു, ഒരാൾ പാർലമെന്റ് അംഗമായിരുന്നു. പിന്നെ BJP സ്ഥാനാർത്ഥി ഇവിടുത്തെ അംഗമല്ലല്ലോ, കേന്ദ്ര നേതാവെന്നുള്ളതിലേ ഉള്ളൂ. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിന് വേണ്ടി എന്തെങ്കിലും അദ്ദേഹം ചെയ്തിട്ടുണ്ട്? കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ ഈ മണ്ഡലത്തിലൊന്നും കാര്യമായിട്ടൊരു കാര്യവും നടന്നിട്ടില്ല. അങ്ങനെയൊന്നും നടന്നിട്ടില്ല. പിന്നെ കേന്ദ്രമന്ത്രി എന്നുള്ള ഇതിൽ ജനങ്ങൾക്കറിയാം. കഴിഞ്ഞ പ്രാവശ്യം ശോഭാ സുരേന്ദ്രന് കിട്ടിയ അത്ര വോട്ട് തന്നെ കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പം ഈ അടൂർ പ്രകാശ് ഈ മണ്ഡലത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തറിയോ? MP ചെയ്യാനുള്ള പരിധി ഉണ്ടല്ലോ. MP എന്ന് പറഞ്ഞാൽ ഇപ്പം 6 മണ്ഡലങ്ങൾ ചേർന്നതല്ലേ ഒരു പാർലമെന്റ് മണ്ഡലം. ഒരു 5-2 ബസ് സ്റ്റാൻഡോ ബസ് സ്റ്റോപ്പുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് സംഗതിയെ ചെയ്യാൻ പറ്റും. MLA ചെയ്യാൻ പറ്റുന്നത് പോലെ MP ചെയ്യാൻ പറ്റത്തില്ല. ഒരു പരിധിയുണ്ട്. ഇനിയിപ്പം അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. MP ഫണ്ടായിട്ട് എത്ര കോടി രൂപ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് എല്ലാം അറിയാവോ? അറിയില്ല. കിട്ടിയ ഫണ്ട് പൂർണ്ണമായിട്ടും ഉപയോഗിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ആറ്റിങ്ങൽ മണ്ഡലത്തില് ഒരു ഭാവി MP ഏറ്റവും നല്ലത് ആരായിരിക്കും എന്നുള്ളതാണ് ഒരു അഭിപ്രായം. അത് പറയത്തില്ലല്ലോ. ഇലക്ഷൻ നേരത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് മേൽക്കോയ്മയുള്ള മണ്ഡലമാണ്. പിന്നെ നല്ലൊരു CPM കോൺഗ്രസ് മത്സരമായിരിക്കും നടക്കുന്നത്, അല്ല വേറെ ഒന്നുമില്ല. ഓക്കെ ഏട്ടാ, താങ്ക് യു. മണ്ഡലത്തിൽ തന്നെയാണ്. വോട്ട് ചെയ്യാൻ പോകുന്നുണ്ടോ? വോട്ട് ചെയ്യാൻ പോണമെന്നുണ്ട്. സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന് അറിയോ? അറിയാം. ആരൊക്കെയാണ് ഇവിടെയുള്ള സ്ഥാനാർത്ഥികൾ? സ്ഥാനാർത്ഥി ജോയി, മുരളീധരൻ, പിന്നെ അടൂർ പ്രകാശ്. അപ്പൊ ഈ ഇവരെ നേരത്തെ എന്തെങ്കിലും രീതിയിൽ ഇവരെയൊക്കെ പരിചയമുണ്ടോ? എനിക്കങ്ങനെ പരിചയമൊന്നുമില്ല. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, പുറത്തായിരുന്നു. ചേട്ടൻ എവിടെയായിരുന്നു? ഞാൻ ദുബൈയിലായിരുന്നു. എത്ര നാളായി നാട്ടിലോട്ട് തിരിച്ചു വന്നിട്ട്? നാട്ടിൽ വന്ന് 5-6 കൊല്ലമാവുള്ളൂ ഇവിടെ വന്ന്. ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയിട്ട് 5 കൊല്ലമായി. അപ്പം ഈ 5 കൊല്ലത്തിനുള്ളില് ഈ 3 സ്ഥാനാർത്ഥികൾ ഈ മണ്ഡലത്തിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഇവിടെ വന്ന് എന്തെങ്കിലും ഒരു പ്രവർത്തനം ഇവർ നടത്തിയതായിട്ട് ഓർമ്മയുണ്ടോ? അങ്ങനെ ആരെക്കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. നമ്മളിപ്പോ ഓട്ടോ ഓടി ഇങ്ങനെ ജീവിക്കുന്നതേ ഉള്ളൂ. അല്ല മറ്റ് അധികാരിമായിട്ടോ എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല. MP-മാരുടെ പ്രവർത്തനങ്ങളൊന്നും നമ്മൾ സാധാരണക്കാരെ ബാധിക്കുന്നില്ല എന്നുള്ളതാണോ? അങ്ങനെ പറയാനും നമുക്ക് ഒക്കത്തില്ല. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ നമുക്കൊരു MP-യുടെ ഒരു ആവശ്യം വന്നില്ല. അതിപ്പോ ജനങ്ങൾ തീരുമാനിക്കട്ടെ എങ്ങനെയാണെന്നുള്ളത്. ഈ ഇവരുടെ പ്രവർത്തനങ്ങളൊന്നും അറിയാതെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ പിന്നെ വോട്ട് ചെയ്യാൻ പോകുന്നത്? ഇപ്പൊ എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മൾ വോട്ട് തീരുമാനിക്കുന്നത്? ഇപ്പൊ ആർക്ക് ചെയ്യണം എന്നുള്ളത് കുറച്ച് നാളുകൊണ്ട് ചെയ്യുന്നില്ല. ഇപ്രാവശ്യം ചെയ്യണമെന്നുണ്ട്. നോക്കട്ടെ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ചെയ്യാന്നുള്ളതാണ്. ഇപ്രാവശ്യം വോട്ട് ചെയ്യണമെന്ന് തോന്നാൻ എന്താ കാരണം? അങ്ങനെയല്ല, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. നമ്മുടെ പൗരന്റെ അവകാശമല്ലേ വോട്ടെന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം. അല്ല, അപ്പൊ നമ്മൾ സ്ഥാനാർത്ഥികളെ കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കാതെ നമ്മൾ എങ്ങനെയാണ് പോയിട്ട് കറക്കി കുത്തുവാണോ അതോ എങ്ങനെയാണ്? അങ്ങനെ കറക്കി കുത്തല്ലല്ലോ. നമുക്ക് നമ്മളേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാവുമല്ലോ, അതനുസരിച്ച് നമ്മൾ ചെയ്യും. അത്രേ ഉള്ളൂ. അപ്പൊ കാഴ്ചപ്പാടുണ്ട്, നമ്മൾ അവരെ കുറിച്ച് പഠിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ വെളിയിൽ പറയുന്നില്ല അത് ആരാന്ന്, അല്ലേ? എന്താണ് സംഭവം എന്നുള്ളത്. ചെയ്യാം. ആർക്കാണ് നമുക്ക് ബെറ്റർ എന്ന് തോന്നുന്നത് അവർക്ക് ചെയ്യാം. ഓക്കെ ഏട്ടാ, താങ്ക് യു. ഇപ്പൊ ഇത്തവണ വോട്ടുണ്ടോ ചേട്ടന്? തീർച്ചയായിട്ടും വോട്ടുണ്ട്. വോട്ട് ചെയ്യാൻ പോകുന്നുണ്ട്? പോകും. ഈ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെയൊക്കെ അറിയോ? 3 പേരെ അറിയാം. ആരൊക്കെയാണ് ഇവിടെയുള്ള പ്രമുഖ സ്ഥാനാർത്ഥികളോ? ഒന്ന് ജോയി, പിന്നെ അടൂർ പ്രകാശ്, പിന്നെ കേന്ദ്രമന്ത്രി വി മുരളി.
ഈ 3 പേരേ ഉള്ളോ അതോ വേറെ ആരെങ്കിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളോ അങ്ങനെ എന്തെങ്കിലും അറിയോ? അറിയില്ല കേട്ടോ. വേറെ അങ്ങനെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഈ 3 സ്ഥാനാർത്ഥികൾ ഇവരെ 3 പേരെയും ഏതെങ്കിലും രീതിയിൽ പരിചയമുണ്ടോ, മുൻപരിചയമുണ്ടോ? എനിക്ക് അങ്ങനെ പേഴ്സണലായിട്ട് അവരെ 3 പേരെയും പരിചയമൊന്നുമില്ല. ഇവരുടെ ഈ എന്തെങ്കിലും കഴിഞ്ഞ വർഷങ്ങളിലെ പ്രവൃത്തി നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടോ? ഇവര് എന്തെങ്കിലും ഒരു പ്രവർത്തനം ജനങ്ങൾക്ക് വേണ്ടി ഈ 3 പേരിൽ ഏതെങ്കിലും ഒരു ശ്രദ്ധേയമായ പ്രവർത്തനം ഈ 3 പേരുടെയും നമുക്കൊന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ എനിക്ക് അതിനെ പറ്റി കൂടുതൽ അഭിപ്രായമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ആറ്റിങ്ങൽ മണ്ഡലത്തില് ഈ 3 പേരും എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതിനെ കുറിച്ച് നമുക്ക് അങ്ങനെ വ്യക്തമായ ഓർമ്മ വരുന്നില്ല. അപ്പൊ നമ്മള് എന്ത് നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? നമ്മൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് തീരുമാനിക്കുന്നത് നമ്മൾ ആർക്ക് വോട്ട് ചെയ്യുന്നത്? അന്നത്തെ സാഹചര്യം പോലെ ഇരിക്കും. ആർക്കാണ് അന്ന് തോന്നുന്നത് അവർക്ക് കൊടുക്കും വോട്ട്. പ്രത്യേകിച്ച് രാഷ്ട്രീയം അങ്ങനെയൊന്നുമില്ല. അപ്പോ ഈ ആറ്റിങ്ങൽ മണ്ഡലത്തില് നമുക്ക് ഇപ്പോൾ ഉള്ള ഈ 3 സ്ഥാനാർത്ഥികളുടെ ചേട്ടനെ വിലയിരുത്തി കഴിയുമ്പോൾ ആറ്റിങ്ങലിന് ഏതായിരിക്കും നല്ലൊരു സ്ഥാനാർത്ഥി വരാൻ സാധ്യതയുള്ളത്? എനിക്ക് തോന്നുന്നത് വി ജോയി ആയിരിക്കും. ഈ ജോയിയുടെ എന്ത് ഒരു കഴിവാണ് ചേട്ടനെ ആകർഷിച്ചത്? എന്ന് പറഞ്ഞാല് അയാള് നല്ലൊരു പൊതുപ്രവർത്തകനാണെന്നൊരു തോന്നലുണ്ട്, അത്രയാണ്. വേറെ അഴിമതിയും കാര്യങ്ങളൊന്നും ഇല്ല അദ്ദേഹത്തിന്റെ പേര്. എത്ര കാലമായിട്ട് പുള്ളിയെ നമുക്കറിയാം? പുള്ളിയെ ഇവിടെ നേരത്തെ അറിയാം. കാരണം ഈ കേട്ടും കണ്ടും ഒക്കെ പേഴ്സണലായിട്ട് പരിചയമില്ലെങ്കിലും വർക്കല MLA ആണ്. പിന്നെ ഇവിടുത്തെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആണ്. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അറിയാം. അത്രയാണ്. താങ്ക് യു.